പബ്ലിക് എക്സാമിന് ഇനി എത്ര സമയമാണ് ബാക്കിയുള്ളത് എന്നുള്ള ഒരു ഗെസ് നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അത് 10 മാസമാണോ, 12 മാസമാണോ, 8 മാസമാണോ, 4 മാസമാണോ, 5 മാസമാണോ, 6 മാസമാണോ എന്നുള്ള നിങ്ങളൊരു ഗെസ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന നമ്പർ ഉണ്ടാവില്ല, അതൊന്ന് വെറുതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി റിയാലിറ്റി എന്താണ് മക്കളെ? റിയാലിറ്റി നിങ്ങൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് ലെസ് ദാൻ 7 months. നിങ്ങൾക്ക് 7 മാസത്തിൽ കുറവ് സമയമേ ഇനി പബ്ലിക് എക്സാമിന് പഠിക്കാൻ ബാക്കിയുള്ളൂ. സർ, ഇതൊരു സന്തോഷ വാർത്തയൊന്നുമല്ലോ, പിന്നെ എന്തിനാ സാർ ഇങ്ങനെ തിരിച്ചുകൊണ്ട് പറയുന്നത് 7 മാസമേ ഉള്ളൂ? എൻ്റെ മനസ്സിൽ ഇങ്ങനെ 10 മാസം 11 മാസം എന്നുള്ള ഒരു റേഞ്ച് ആയിരുന്നു ഉള്ളത്. 7 മാസത്തിൽ കുറവേ ഉള്ളൂ. റിയാലിറ്റിയിൽ മക്കളെ 7 മാസം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ 7 മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് പഠിക്കാൻ ഇനി കിട്ടാൻ പോകുന്നത് ക്ലോസ് ടു 6 മാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 6 മാസം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് പഠിച്ചു തീർക്കണം. ഇത് ഞാൻ ചിരിച്ചുകൊണ്ട് പറയാൻ കാരണം, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവരാണെങ്കിൽ, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവരാണെങ്കിൽ, ഇതൊക്കെ കാണുമ്പോൾ പേടിയാവുമെങ്കിലും ഇതെന്താണ് സംഭവം, എന്താണ് നിങ്ങൾ ഇനി നേരിടാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എങ്ങനെ അതിനെ നേരിടണം, അതിലൊരു കൃത്യമായൊരു സൊല്യൂഷനും ഉണ്ട്. കാരണം ഇത് നിങ്ങൾ മാത്രം പെട്ടെന്ന് ഒരു വർഷം ഫേസ് ചെയ്ത കാര്യമല്ല. നിങ്ങളെ മുൻപ് പഠിച്ച കുട്ടികളൊക്കെ ഇതിലൂടെ കടന്നുപോയവരാണ്. നല്ല നല്ല മാർക്ക്, ഫുൾ മാർക്ക് കിട്ടിയവരും ഫുൾ A+ കിട്ടിയവരും ഒക്കെ ഇതിലൂടെ കടന്നുപോയവരാണ്. അവർക്കൊക്കെ കൃത്യമായൊരു സൊല്യൂഷൻ എക്സാമിനറിൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോളോ ചെയ്തവരാ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്, അതിന് സൊല്യൂഷൻ ഉണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇത് ഈസി ആയിട്ട് ഇതിനെ നേരിടാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല, ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ വീഡിയോ കഴിയുമ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പോകുന്ന ടൈം ലൈനാണ്. ഓക്കെ, ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടൈം ടേബിളാണ്. അതൊരു ടൈം ലൈനാണിത്. ഇത് ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഫോളോ ചെയ്താലേ നല്ല മാർക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഇത് ഫോളോ ചെയ്യണോ വേണ്ടയോ? ഇതേ പോസിബിലിറ്റി ഉള്ളൂ, വേറൊരു പോസിബിലിറ്റി അല്ല. വളരെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല. ഓക്കെ, എന്താണ് സാർ ഈ ടൈം ലൈൻ? മക്കളെ, ഇപ്പോൾ August 10 ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങളും August 10 കാണുക, ഓൾമോസ്റ്റ് ആ ടൈമിലായിരിക്കും കാണുക. ഇനി ഫസ്റ്റ് നമ്മൾ നേരിടാൻ പോകുന്ന പരീക്ഷയാണ് ഓണം എക്സാം. ഓക്കെ, അത് നടക്കാൻ പോകുന്നത് September 3 മുതലായിരിക്കും നടക്കാൻ പോകുന്നത്. മക്കളെ, ഓണം എക്സാമിൻ്റെതായ പ്രത്യേകിച്ചൊരു സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല ശരിക്കും. കാരണം നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റിൽ ഓണം എക്സാമിൻ്റെ ഒരു ഫാക്ടറും വരാൻ പോകുന്നില്ല. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര മോശം മാർക്ക് കിട്ടി, എത്ര നല്ല മാർക്ക് കിട്ടി ഒന്നും വരാൻ പോകുന്നില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മൈൽ സ്റ്റോൺ ആയിട്ട് നിങ്ങൾ കരുതുക. അതായത് ഈ ഓണം എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് സിലബസ് തീർക്കേണ്ടതാണ്. ആ സിലബസ് നന്നായിട്ട് ഞാൻ പഠിക്കണം. അത് ഞാൻ ഇപ്പോൾ പഠിച്ചാലേ പബ്ലിക് എക്സാമിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ആ ചാപ്റ്റേഴ്സൊക്കെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ അതിനെ കാണാം. അല്ലാണ്ട് ഒരു പരീക്ഷയാണ്, അതിൽ എനിക്ക് ഇത്ര മാർക്ക് നേടണം എന്നുള്ള ടെൻഷൻ വേണ്ട. നല്ല മാർക്ക് നിങ്ങൾ നേടാൻ ആഗ്രഹമുണ്ട്, നേടുക. പക്ഷേ നമ്മൾ പ്രൈമറിലി ചിന്തിക്കേണ്ടത് ഈ ഓണം എക്സാം, അതായത് September 3 തന്നെ ഞാൻ എന്ത് ചെയ്യണം, കുറച്ച് ഓരോ സബ്ജക്ട്സിൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ കൃത്യമായിട്ട് പഠിച്ച് തീർക്കേണ്ടതാണ്. അത് തീർത്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സാർ, എത്ര ചാപ്റ്റേഴ്സാണ്? അപ്പോൾ നമ്മുടെ ചാനലിൽ അലൻ സാറിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഓരോ ഓണം എക്സാമിൻ്റെ സിലബസിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ഒക്കെ പറഞ്ഞ് വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാൻ ഇവിടെ കാണാം. നിങ്ങൾ കാണും കൃത്യമായിട്ട്. പക്ഷേ ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഒരു 40% നിങ്ങളുടെ പോർഷൻസ് നിങ്ങൾ പഠിച്ച് തീർത്തേ പറ്റുള്ളൂ. ഓക്കെ, 40%. അത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 ചാപ്റ്റേഴ്സുള്ള സബ്ജക്റ്റ് എടുക്കണം, 4 ചാപ്റ്റേഴ്സ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ഓൺ ആൻ ആവറേജ് കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ അലൻ സാറിന് കാണാം. പക്ഷേ ഇത്രയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സെപ്റ്റംബറിന് മുൻപ് നമ്മൾ പഠിച്ച് തീർക്കണം. ഓക്കെ, ഈ പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ട് എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ സിലബസ്, ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്ത് പോവാം. ഓക്കെ, അതിപ്പോൾ ഏത് രീതിയിലാവും. നിങ്ങൾ അഗ്നി ക്ലാസ് അല്ലെ, ഉയര ക്ലാസ് അല്ലെ, ലക്ഷ്യ ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് അതിലെ കംപ്ലീറ്റ് സിലബസ് ലേണിംഗ് വീഡിയോസിലൂടെ നിങ്ങൾ തീർത്തവരാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ബാക്ക്ലോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാക്ക്ലോഗ് സീരീസിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുക. അപ്പോൾ ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, 1.5 മണിക്കൂറിൽ പെട്ടെന്ന് പഠിപ്പിച്ച് തരും. പിന്നെ ഒരു 1.5 മണിക്കൂറും കൂടെ എടുത്തിട്ട് ആ ചാപ്റ്ററിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസും കവർ ചെയ്യും. ബാക്ക്ലോഗ് സീരീസിൽ പങ്കെടുക്കുന്നവരാണ്, ആ രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, അത് മതി. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർത്തിരിക്കണം. ആ ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി പിന്നീട് ഒരു സമയം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സെപ്റ്റംബർ മാസം ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ, ഓണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോകും. പിന്നെ നിങ്ങൾക്ക് എത്ര മാസമുണ്ട് മക്കളെ? സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ
കാരണം ഡിസംബറിൽ കുറച്ച് സമയം കിട്ടും. ആ ഡിസംബറിൽ നടക്കാൻ പോകുന്നത് എന്താണ്? നിങ്ങളുടെ ക്രിസ്മസ് എക്സാം. ആ ക്രിസ്മസ് എക്സാമിന് മുൻപ് തന്നെ നിങ്ങൾ എത്ര സിലബസ് തീർക്കണം? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ അതിന് എങ്ങനെ പരീക്ഷയ്ക്ക് തലേന്ന് പഠിച്ച് മാരത്തോണൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആ പരീക്ഷയിൽ മാർക്ക് നേടും എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമില്ല. നിങ്ങൾ ചിലപ്പോൾ മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷെ ആ ഒരു പഠനം കൊണ്ട് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഒരു യൂസ് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിങ്ങളത് പഠിക്കുന്നു, നിങ്ങളാ മാർക്കും. ഇതിന് മുൻപുള്ള വർഷങ്ങളോ നിങ്ങളാ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് മാരത്തോണൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ പരീക്ഷയിൽ മാർക്ക് എഴുതുന്നു, എന്തൊക്കെ കിട്ടുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ പഠിച്ച കാര്യം നിങ്ങൾ ഈ പെട്ടെന്ന് പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മറന്നു. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കാതെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഡിസംബറിന് മുൻപ്, അത് ഈ 2 മാസത്തിൽ, ഇത് കഴിഞ്ഞിട്ട് 2 മാസത്തിനുള്ളിൽ നിങ്ങൾ എത്ര സിലബസ് നിങ്ങൾ പഠിച്ചു തീർക്കണം. നിങ്ങളുടെ ടോട്ടൽ സിലബസിൻ്റെ 80% തീർത്തേ പറ്റുള്ളൂ. സാർ എന്തിനാ അത്രയും പെട്ടെന്ന് തീർക്കുന്നത്? അത്ര അത്യാവശ്യമില്ലല്ലോ, പിന്നെ സമയം ബാക്കിയില്ലേ? മക്കളെ, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സമയം ബാക്കിയില്ല. കാരണം ഡിസംബർ അങ്ങനെ അങ്ങോട്ട് പോകും. കാരണം ഒരു എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ സിലബസ് കംപ്ലീഷൻ ചെയ്യാൻ പറ്റില്ല. എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യാണ്, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്, മാരത്തോൺ അറ്റൻഡ് ചെയ്യാണ്, പല കാര്യങ്ങളല്ലേ വരും. നിങ്ങൾ മാരത്തോണോ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ പഠിച്ച കാര്യം വീണ്ടും പഠിക്കാനല്ലേ വരുള്ളൂ. അല്ലാണ്ട് പുതിയ ചാപ്റ്റേഴ്സ്, സിലബസ് ഇല്ലാത്ത ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിങ്ങൾ പോയില്ല. അപ്പോൾ 80% നിങ്ങൾ അവിടെ തീർത്തേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ പിന്നെ സമയമില്ല. ഡിസംബർ അങ്ങനെ പോയി. പിന്നെ ജാനുവരി, ഫെബ്രുവരിയിലുള്ള, മാർച്ചിൽ പബ്ലിക് എക്സാമാണ്. ഈ ജാനുവരിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചാപ്റ്റേഴ്സ് തീർക്കേണ്ടി വരും. ഫെബ്രുവരിയിൽ നിങ്ങൾ മൊത്തം പഠിച്ച സാധനം ഒന്നും കൂടി ഫുള്ളായിട്ട് റിവൈസ് ചെയ്യണ്ടേ? ഈ ആദ്യമൊക്കെ പഠിച്ച കുറേ ചാപ്റ്റർക്ക് കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, എല്ലാം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അത് ഫുള്ള് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു മാസം മിനിമം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് എന്തായാലും ഡിസംബറിൽ നിങ്ങൾ ഇത്ര തീർത്തല്ലേ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും ഐഡിയൽ സ്ട്രാറ്റജി. ഇനി ഈ ഐഡിയൽ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ വേണ്ടി, സാർ ഞാനൊരു ഐഡിയൽ സ്റ്റുഡൻ്റ് ഒന്നും അല്ല, ഞാൻ അങ്ങനെ ഭയങ്കര പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, പിന്നെ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ? മക്കളെ, അങ്ങനെ ഐഡിയൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നും ഇല്ല. ആർക്കും അതാവാം. അത് നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് അതാവാൻ പറ്റും. മനസ്സിലായി? നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് പരീക്ഷയിൽ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്താൽ മതി. അതിൽ നിങ്ങളെ തന്നെ കുറേ വിലയിരുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനത്തെ കുട്ടിയാണോ, ഞാൻ അങ്ങനത്തെ കുട്ടിയാണോ. ആർക്കും ഇത് പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഓണപ്പരീക്ഷയുടെ സമയത്തൊക്കെ, സ്കൂളിലെ പരീക്ഷയിലൊക്കെ പല സബ്ജക്ട്സിലും ഫെയിലായി, പല സബ്ജക്ട്സിലും ഏറ്റവും ക്ലാസ്സിലൊക്കെ മാർക്ക് കുറഞ്ഞ് വാങ്ങിച്ച കുട്ടികൾ വരെ ഈ കൃത്യമായി പഠിച്ചിട്ട്, വെറുതെ ഉഴപ്പിട്ടല്ല, കൃത്യമായിട്ട് പിന്നീട് മാറ്റി, അവരുടെ സ്റ്റഡി സ്ട്രാറ്റജിയൊക്കെ മാറ്റി, മനസ്സൊക്കെ മെൻറ്റാലിറ്റിയൊക്കെ മാറ്റി പഠിച്ച് ഈ പബ്ലിക് എക്സാമിൽ ഫുൾ A+ഉം 95% മുകളിലൊക്കെ മാർക്ക് വാങ്ങിയവർ നിരവധി എക്സാമ്പിൾസ് എനിക്കറിയാം. അപ്പം ഇതിൽ ഈ എന്തോ ടൈപ്പ് കുട്ടിയാവേണ്ട ഒരു ആവശ്യമില്ല. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാർ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനൊക്കെ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ 100% വേണ്ട. ഈ 80% വരെ നിങ്ങൾ 70% തീർത്ത് അത്രയെങ്കിലും ആയില്ലേ? ബാക്കിയുള്ള 10 നമുക്ക് എങ്ങനെയും കാക്കിയെടുക്കാം. ഈ 40% നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാ ചെയ്യാതിരിക്കുന്നത്? എന്തിനാ 0, 1:40 അല്ലെ 0? അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഒരിക്കലും കാണരുത്. 40 തീർക്കാനല്ലേ, ഞാൻ 30 ട്രൈ ചെയ്യും. 30 തീർക്കാനല്ല, 25 ട്രൈ, അത്രയെങ്കിലും ആയില്ലേ? എന്തിനാ നിങ്ങൾ പറ്റില്ല 40% എന്തോ പറ്റില്ല, ആ മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ആ 30% ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും 30% എനിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം ആ ഡിസംബർ ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 75 എങ്കിലും ഞാൻ ചെയ്തെടുക്കും. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായി അല്ലേ? ആ പഠിക്കുന്നതിൻ്റെ ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു, നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലായി. പിന്നെ നിങ്ങൾ ജനുവരി ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 90% തീർക്ക്, നമുക്ക് ബാക്കി വാങ്ങിച്ചെടുക്കാമെന്ന്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഇത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ 100% ഇവിടെ തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല എന്നൊന്നുമില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 90 വാങ്ങിച്ചെടുക്കുക, അങ്ങനെ നമ്മൾ ബാക്കിയാക്കാം. പക്ഷേ ഇതിനും വേറൊരു വശമുണ്ട്. അതായത് ഞാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്തു, എന്നിട്ട് അവസാനം ജാനുവരി ആകുമ്പോൾ ഞാൻ 60% സിലബസ് തീർത്തുള്ളൂ. എന്നാൽ സാർ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലേ? അപ്പം ഇതെല്ലാം ഒരു സ്പെക്ട്രത്തിൻ്റെ ഭാഗമാണ്. ഏറ്റവും ബെസ്റ്റ് ഇവിടെ കിടക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ല ഏരിയാസാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ബാക്കോട്ടുള്ള ഏരിയ നല്ല ഏരിയ അല്ല. അതിൻ്റെ അർത്ഥം നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന്. 60% നിങ്ങൾ അവിടെ തീർത്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു 90% അടുത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതുപോലെ പഠിച്ച ഒരു കുട്ടിക്ക് പോലും, ഞാൻ ഇന്നേ വരെ, നമ്മൾ ഓഫ്ലൈനിൽ മാത്രം 30-40 കുട്ടികളെയല്ലേ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ 30-40 കുട്ടികളെ അല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ഓൺലൈനിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ, നമ്മുടെ മഹത്വം കൊണ്ടൊന്നല്ല, നമ്മൾ ഓൺലൈനിൽ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വർഷം മിനിമം ഓരോ ക്ലാസ്സിലൊരു
4,000 5,000 കുട്ടികളുടെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ യൂട്യൂബും കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 20,000 30,000 കുട്ടികളുടെ പെർഫോമൻസിൻ്റെ ഏതാണ്ട് ഒരു ഐഡിയ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവരെങ്ങനെയാണ് പഠിക്കുന്നത്, എപ്പോഴാണ് പഠിക്കുന്നത്, എത്ര മാർക്കൊക്കെ അവസാനം അവർക്ക് കിട്ടുന്നുണ്ട്. ഇന്നേ വരെ ഞാനൊരു കുട്ടീനെ കണ്ടിട്ടില്ല ഇത് കൃത്യമായിട്ട് ജാനുവരിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം സിലബസ് ഒക്കെ തീർത്ത ഒരു കുട്ടിക്ക് 90% താഴെ മാർക്ക് കിട്ടുന്നത് ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോൾ ദിസ് ഇസ് എ ഷുവർ ഷോട്ട് സ്ട്രാറ്റജി. ഇത് ഫോളോ ചെയ്യണോ വേണ്ടയോ നിങ്ങളുടെ തീരുമാനമാണ്. ഫോളോ ചെയ്ത് എന്ത് സംഭവിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഫോളോ ചെയ്തില്ല എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾ ചെയ്യാമോ എന്നുള്ള തീരുമാനം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടായാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം കുട്ടികൾ കാണാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥതയൊക്കെ എക്സാമിനറിനോട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്താണ് വേണ്ടതെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം മക്കളെ. അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം.